എറണാകുളം RTO TM ജെർസൺ കൈക്കൂലി കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട വീട്ടിലെ റെയ്ഡിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. 80 ലക്ഷത്തിലധികം രൂപയുടെ നിക്ഷേപവും ഭൂസ്വത്ത് സംബന്ധിച്ച രേഖകളും കണ്ടെത്തി. ജെർസനെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ലെവി സജീന്ദ്രൻ, അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ കൈക്കൂലി കേസായിട്ട് ഇത് മാറുകയാണല്ലേ ജെർസൺ? 80 ലക്ഷം രൂപ ഭൂസ്വത്തുക്കളും ഈ RTO ഉണ്ടാക്കി എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺ, അതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം രാവിലെ ഡോക്ടർ അരുൺ പറഞ്ഞിരുന്നു. 50-ലധികം വിദേശ മദ്യക്കുപ്പികൾ കണ്ടു, ഇതൊക്കെ ഒരു അസാധാരണ സംഭവം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ 80-ലധികമാണ് ഇപ്പോൾ. അതായത് ഇന്നലെ 50ഓളം കുപ്പികളാണ്, വലിയ വിലയുള്ള വിദേശ മദ്യക്കുപ്പികളാണ് കണ്ടത്. നമ്മൾ ഈ വിദേശ മദ്യക്കുപ്പികൾ എന്ന് പറയുമ്പോൾ ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ആലോചിക്കണം. അതായത് പണവും മദ്യക്കുപ്പിയും അടക്കമാണ് ഇന്നലെ ഏജന്റുമാരെ പിടികൂടിയത്. അതായത് ഈ RTO പണത്തിനൊപ്പം മദ്യക്കുപ്പിയും കൈക്കൂലിയായി വാങ്ങുന്നു എന്നാണ് വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വീട്ടിൽ നടന്ന പരിശോധനയിൽ പല ഭാഗങ്ങളിലായി ഒളിപ്പിച്ച നിലയിൽ വലിയ വിലയുള്ള 80ഓളം വിദേശ മദ്യ കുപ്പികൾ പിടിച്ചെടുത്തത്. ഒപ്പം തന്നെ ഇന്നലെ 50 ലക്ഷത്തോളം രൂപയുടെ സ്വത്തുക്കളായിരുന്നു ഇന്നലത്തെ റെയ്ഡിൽ അർദ്ധരാത്രി വരെ കണ്ടെത്തിയതെങ്കിൽ ഇന്നിപ്പോൾ റെയ്ഡ് അവസാനിക്കുമ്പോൾ 80 ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ നിക്ഷേപം 80 ലക്ഷത്തിൻ്റെ നിക്ഷേപം കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ രേഖകളെല്ലാം പിടികൂടി. അതുകൂടാതെ വലിയ സ്വത്തുക്കൾ, ഭൂസ്വത്തുക്കളുടെ രേഖകളാണ് ഇപ്പോൾ ഒടുവിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ വിജിലൻസ് വെരിഫൈ ചെയ്തു വരികയാണ്. ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഈ RTOയെ കോടതിയിൽ ഹാജരാക്കും. രാമപ്പടിയാർ അതുപോലെ സജി, 2 ഏജന്റുമാരെയാണ് ഇന്നലെ ആദ്യം പിടികൂടിയത്. മദ്യക്കുപ്പികളുടെ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏതോ ദുബായിലൊക്കെയുള്ള ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ കയറിയ ഒരു ഫീലിംഗാ അല്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് ഡോക്ടർ അരുൺ ഞാൻ ആദ്യം പറഞ്ഞത്, ഇത്ര വലിയ സ്വത്തിൻ്റെ കണക്കുകൾ ഇപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ 80 മദ്യക്കുപ്പികളുടെ കാര്യം ഇത്ര എടുത്തു പറയണമോ എന്ന് വേണമെങ്കിൽ പ്രേക്ഷകർ ആലോചിക്കാം. പക്ഷെ അത് എടുത്തു പറയേണ്ട കാര്യം ഇതാണ്, ഈ മദ്യക്കുപ്പികൾ അത്രയും കൈക്കൂലി എന്ന രൂപത്തിൽ കിട്ടിയിട്ടുള്ളതാണ് എന്നാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. അതായത് പണം മാത്രമല്ല, പണത്തിനൊപ്പം മദ്യക്കുപ്പികളും RTO കൈക്കൂലിയായി വാങ്ങിയിരുന്നു. അത് ഏതൊക്കെ കാര്യങ്ങൾക്കാണ്? ഏറ്റവും അപകട സാധ്യതയുള്ളൊരു മേഖലയാണ് എറണാകുളത്തെ ബസ് അപകടങ്ങളൊക്കെ തുടർക്കഥയാണ് കൊച്ചി നഗരത്തിൽ. എറണാകുളം ബസ്സിലെ പെർമിറ്റുകൾ പുതുക്കി നൽകുന്നതിന്, താൽക്കാലിക പെർമിറ്റുകൾ നൽകുന്നതിന്, ലൈസൻസ് പുതുക്കുന്നതിന്, അതായത് ഏതെങ്കിലും രീതിയിൽ ഇത്തരം കൈക്കൂലികളുമായി സ്വാധീനിക്കാൻ ചെല്ലുന്നവരൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള കുഴപ്പങ്ങൾ ആ വണ്ടിക്കുള്ളവരായിരിക്കുമല്ലോ. നേരായ മാർഗത്തിൽ പോകാൻ പറ്റാത്തവരായിരിക്കാം ഇത്തരത്തിൽ കൈക്കൂലിയുമായി സമീപിക്കുന്നത്. അപ്പോൾ അത് എത്ര വലിയ ജനദ്രോഹകരമായ ഒരു കാര്യം കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. RTOമാർ ഇത്തരത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിരത്തുകളിലെ അവസ്ഥ എന്താവും? ഇത്തരത്തിൽ കള്ള പെർമിറ്റുകളും കള്ള ലൈസൻസുകളുമായി മത്സരയോട്ടം നടത്തുന്ന ബസ്സുകാരൊക്കെ, സ്വകാര്യ ബസ്സുകൾ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവന് ഭീഷണിയാണ് എന്നുള്ള കാര്യവും ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട് ഡോക്ടർ അരുൺ. ഓക്കെ ലേബി, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വെറ്റിലയും പാക്കും കൊടുക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഇവിടെ കൈക്കൂലിയായിട്ട് ജെർസൺ ആവശ്യപ്പെട്ടിരിക്കുന്നത് പണം മാത്രമല്ല, പണത്തിൻ്റെ കൂടെ മുന്തിയ ഇനം വിദേശ മദ്യത്തിൻ്റെ കുപ്പിയും കൂടി വന്നാൽ മാത്രമേ ജെർസൺ കനിയൂ എന്നുള്ളതാണ്. അതാണ് ജെർസൺ സ്റ്റൈൽ. റബ്ബർ ബാൻഡ് ഇട്ട് നോട്ടുകെട്ട് കൊണ്ടുവരണം. അതിനോടൊപ്പം ഏറ്റവും മുന്തിയ മദ്യക്കുപ്പിയും വേണം. വലത്തെ കയ്യിൽ മദ്യക്കുപ്പി, ഇടത്തെ കയ്യിൽ പണം. ഇത് രണ്ടുമുണ്ടെങ്കിൽ RTO ജെർസൺ എടുത്ത് വന്നാൽ കാര്യങ്ങൾ ഉറപ്പ്.